അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ശ്രീനാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഇന്ന് ഈ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ വെങ്കടാചലം മുരുകൻ അവറുകളെ, ഈ വലിയ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള ശ്രീ ബൈജു പാലക്കൽ അവറുകളെ, ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ ജി ബാബുരാജൻ അവറുകളെ, കേരളീയർക്ക് വലിയൊരു അഭിമാനമായി മാറിയിട്ടുള്ള പാർലമെൻറ്റ് മെമ്പർ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവറുകളെ, ആദരണീയനായ ഫാദർ ഡേവിസ് ചെറമേൽ അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ശ്രീനാരായണ ഗുരുദേവൻ 1888 ഇന്ത്യയുടെ തെക്കേ അറ്റമായ കേരളക്കരയിൽ, കേരളത്തിൻ്റെയും തെക്കേ അറ്റമായിരിക്കുന്ന അരുവിപ്പുറത്ത് നിർജ്ജനമായ ഒരു നദീതീരത്ത് നിന്നും ഏതാനും ആളുകളോടുകൂടി, ശിഷ്യന്മാരോടുകൂടി ആരംഭിച്ച മഹിതമായ ശ്രീനാരായണ പ്രസ്ഥാനം കേരളത്തിൻ്റെ 4 അതിരുകളെയും അതിലംഘിച്ച് ഭാരതത്തിൻ്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളായി, ഭാരതത്തിന് വെളിയിൽ ഏതാണ്ട് 20ഓളം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഈ ലണ്ടനിലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെയും സേവനത്തിൻ്റെയും ഭാഗമായി ശിവഗിരി മഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശിവഗിരി ആശ്രമം ഓഫ് UK ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളന പരമ്പരകളിൽ വന്നു ചേർന്ന് പങ്കാളികളാകുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കരുണാകടാക്ഷം, അനുഗ്രഹവർഷം ലഭിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്ത് നിന്നും ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്? ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഗുരുവിൻ്റെ മഹാലക്ഷ്യം എന്താണ് എന്ന ഉച്ചസ്ഥലം പ്രഖ്യാപനം ചെയ്തുകൊണ്ട്
ആദ്യ സന്ദേശം 33-ാമത്തെ വയസ്സിലായി ഗുരു ലോകത്തിന് പ്രദാനം ചെയ്തു. ആ ആദ്യ സന്ദേശത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടിയാണ്, സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ചെറുതും വലുതുമായ ഗുരുദേവ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഏതാണ്ട് 1.25 കോടിയോളം ജനത ശ്രീനാരായണ ഭക്തരായി, ശ്രീനാരായണ വിശ്വാസികളായി കഴിയുന്നുണ്ട്. ഈ 1.25 കോടി ജനതയുടെയും ആഗ്രഹം എന്താ എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു ലോകത്തിന് പ്രദാനം ചെയ്ത ആദ്യ സന്ദേശത്തിൻ്റെ സാഫല്യതയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആദ്യ സന്ദേശം ഒന്നുകൂടി ഞാനിവിടെ ഉണർത്തുപാട്ടായി പാടുകയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ഒരു മാതൃകാ ലോകമുണ്ടാകണം, ഒരു ഏക ലോകമുണ്ടാകണം. ഇന്ന് ലോക ജനത ഹിന്ദുവായും ക്രിസ്ത്യാനിയായും ഇസ്ലാമായും പല പല ജാതികളിലായും ഭാരതീയനായും പാകിസ്ഥാൻകാരനായും റഷ്യക്കാരനായും അമേരിക്കക്കാരനായും വിവിധ രാജ്യങ്ങളിൽപ്പെട്ടവരായി കഴിയുന്നുണ്ട്. എങ്കിൽ ഈ ഭേദചിന്തകൾ, ഈ വേലിക്കെട്ടുകളെല്ലാം ഇല്ലാതായി ലോകത്തുള്ള മുഴുവൻ ആളുകളും ആത്മസഹോദരങ്ങളായി, ജാതിഭേദമില്ലാതെ, മതദ്വേഷമില്ലാതെ, വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ലാതെ സർവരും എന്ന് പറഞ്ഞാൽ സർവ മലയാളികളും സർവ ഈഴവരും എന്നല്ല അർത്ഥം. സർവ ജനതയും സൂര്യന് കീഴിൽ സപ്തഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാ ലോകം, ഏക ലോക വ്യവസ്ഥിതി ഉണ്ടാകണം. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ഏക ലോക വ്യവസ്ഥിതി സംജാതമാകുന്നതിന് വേണ്ടിയാണ് 1888 മുതൽ 1928 വരെ 73 വർഷക്കാലം ആയുസ്സും ഭവസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഈ ലോകത്ത് ജീവിച്ചത്. ഗുരുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ലോക നേതാക്കന്മാരടക്കം എല്ലാവരും ഗുരുവിൻ്റെ ഭക്തരും ആരാധകരുമായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത, അറിയുന്നവരെ, അടുക്കുന്നവരെ മുഴുവൻ ആരാധകരാക്കി മാറ്റാൻ പോകുന്ന അത്ഭുതകരമായ വ്യക്തിവൈശിഷ്ട്യത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുവിനെ ഒന്ന് കണ്ടാൽ, ഗുരുവിനോടൊന്ന് സംസാരിച്ചാൽ, ഗുരുവിൻ്റെ തത്വദർശനത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ അവരെല്ലാം ഗുരുവിൻ്റെ ആരാധകരായും അനുയായികളായും മാറിപ്പോകുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പ്രഖ്യാപനം ചെയ്തു, ശ്രീനാരായണ ഗുരുവിനെ ഒന്ന് കാണാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യം. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ പ്രഖ്യാപിച്ചു, ഞാൻ ലോകമൊട്ടാകെ സഞ്ചരിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചു. നിരവധി ഗുരുക്കന്മാരെ, മഹർഷിമാരെ,
പുണ്യവാളന്മാരെ എല്ലാം ഞാൻ കണ്ടു. ശ്രീരാമകൃഷ്ണൻ, വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, മഹാത്മാഗാന്ധി, അംബേദ്കർ തുടങ്ങി എത്രയെത്രയാ മഹാത്മാക്കളെ ഞാൻ കണ്ടു. പക്ഷേ കേരളക്കരയിൽ ജനിച്ച ശ്രീനാരായണ ഗുരുവിനെ തത്തുല്യനായ ഒരു മഹാപുരുഷനെ ലോകത്തൊരിടത്തും ഞാൻ കണ്ടില്ല. രവീന്ദ്രനാഥ ടാഗോർ പ്രഖ്യാപിച്ചു. ഗുരുവിനെ കുറിച്ച് അങ്ങ് ദൂരെ ഫ്രാൻസിലിരുന്നു കൊണ്ട് റൊമേൻ റോളണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ലോകം കണ്ട കർമ്മനിരതനായ മഹാജ്ഞാനി ശ്രീനാരായണ ഗുരു. ഇവിടെ ശ്രീ മുരുകൻ വെങ്കടാചലം ഇരിപ്പുണ്ട്. തമിഴ്നാടിൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. തമിഴ്നാടിൻ്റെ തന്തപ്പെരിയാറായ EV രാമസ്വാമി നായ്ക്കർ ശ്രീനാരായണ ഗുരു സമാധിയായ വേളയിൽ ഗുരു രണ്ടാം ബുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആരൊക്കെ ഗുരുവിനെ അറിഞ്ഞിട്ടുണ്ടോ, ഗുരുവിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഗുരുവിൻ്റെ സവിധത്തിൽ എത്തിയിട്ടുണ്ടോ, അവരെല്ലാം ഗുരുവിൻ്റെ ഭക്തരും ആരാധകരുമായി മാറിപ്പോകുമായിരുന്നു. വള്ളത്തോൾ മഹാകവി പറഞ്ഞു, കൃഷ്ണൻ രണ്ടാമത് അവതരിച്ചതാണ് ശ്രീനാരായണ ഗുരു. ഭഗവാൻ ബുദ്ധൻ്റെ അവതാരമാണ് ശ്രീനാരായണ ഗുരുവെന്ന് കുമാരനാശാൻ അടക്കമുള്ള ശിഷ്യന്മാരും ഭക്തന്മാരും പറഞ്ഞു. ഗുരുവിൻ്റെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ സാക്ഷാൽ ക്രിസ്തുദേവൻ രണ്ടാമത് ഇവിടെ വന്നതാണ് എന്ന് ഗുരുവിനെ അടുത്തറിഞ്ഞ എത്രയോ ക്രൈസ്തവ ആചാര്യന്മാർ പ്രഖ്യാപനം ചെയ്തു. വന്ദിപ്പിൻ എല്ലായ്പ്പോഴും ഈ നവാശ്രീബുദ്ധനെ, വന്ദിപ്പിൻ ത്യാഗോജ്വലൻ യേശുവാം ഗുരുവിനെ, വന്ദിപ്പിൻ നബിയാകും സദ്ഗുരു കന്തത്തിനെ, വന്ദിപ്പിൻ പുരു പുണ്യ ധാമമാം ആചാര്യനെ. ബുദ്ധനായും ക്രിസ്തുവായും നബിയായും 73 വർഷക്കാലം ജീവിതം നയിച്ച് ഒരു ഏക ലോക ദർശനം പ്രവചനം ചെയ്ത വിശ്വ മഹാഗുരു. ലോകം ഒന്നാണ്, അതാണ് നമ്മുടെ മതം. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകമൊന്നായി തീരുന്നൊരു കാലമുണ്ടാകും എന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചു. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകമൊന്നായി തീരുന്ന ഒരു കാലമുണ്ടാകും. അങ്ങനെയുള്ള ഉദ്ബോധനങ്ങൾ ഈ പ്രപഞ്ചത്തിന് നൽകി അതിലേക്ക് ആവശ്യമായ ജീവിത ദർശനം സർവമത സമ്മേളനവും സർവമത മഹാപാഠശാലകളും സർവജനങ്ങൾക്കും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഈ വക ഭേദമില്ലാതെ സർവർക്കും സ്വീകാര്യമാകുമാറുള്ള ഒരു തത്വദർശനവും ചമച്ച് ഈ ജനതയെ അനുഗ്രഹിച്ചുകൊണ്ട് വിശ്വമഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പ്രശോഭിക്കുകയാണ്. ആ മഹാഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ ഈ ലണ്ടനിലുള്ള കുറേ ഗുരുദേവ ഭക്തന്മാർ സംഘടിത ശക്തിയായി ശിവഗിരി മഠത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു ആശ്രമം സ്ഥാപിച്ച് ഇന്നിപ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളന പരമ്പരകൾ ഇവിടെ സംഘടിപ്പിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി സമർപ്പിത ചേതസ്സുകളായി നിലകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും കരഗതമാകണേ. അതിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ കരുണാകടാക്ഷം അനുഗ്രഹവർഷം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ
ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെ എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ അനുഗ്രഹവും ഈ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കായി നൽകിക്കൊണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ ഇവിടെ സമർപ്പിക്കുന്നു. നമോവാകാം.